നമസ്കാരം. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തെ തുടർന്ന് അവിടുത്തെ കാർഷിക മേഖല ആകെ പ്രതിസന്ധിയിലായ ഒരവസ്ഥയിലാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടെ ജോലി ചെയ്തിരുന്ന പല വിദേശ ജീവനക്കാരും ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട് വിട്ടുപോയി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് ഏറെ ആശ്വാസകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12,000-ഓളം വിദേശ തൊഴിലാളികൾ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. കുറേ പേരാകട്ടെ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നവരാണ്. ഹമാസിൻ്റെ ആക്രമണത്തെ തുടർന്ന് സ്വന്തം രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു പോയവരുമാണ്. ഇപ്പോൾ ഏതായാലും ഇവർ മടങ്ങിയെത്തിയതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രധാന ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് പോലും കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി അവിടുത്തെ ഇസ്രായേലിലെ കൃഷി രീതികളൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും ഈ മറ്റ് രാജ്യക്കാരായ തൊഴിലാളികൾ രാജ്യം വിട്ടു പോവുകയും ചെയ്തപ്പോൾ കാർഷിക മേഖല ആകെ താറുമാറായി. ഇതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് ഇവിടെ ഇതിന് കൃത്യമായ രീതിയിൽ ഇത് പരിപാലിക്കാനോ ഒന്നും തന്നെ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പെട്ടെന്ന് ഈ ഇസ്രായേലിൻ്റെ ഈ സാഹചര്യങ്ങൾ, യുദ്ധ സാഹചര്യങ്ങൾ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ അനന്തരഫലമായും കുറേ നാശവർക്ക് സംഭവിച്ചു. ഒപ്പം ഈ ജീവനക്കാർ പെട്ടെന്ന് രാജ്യം വിട്ടു പോയപ്പോൾ കൃഷിയെ പരിപാലിക്കാൻ ആളില്ലാതെ മറ്റൊരു തരത്തിലും അവിടെ കാർഷിക മേഖലയിൽ വൻ നാശമുണ്ടായി. അപ്പോൾ ഏതായാലും ഇത് ഇസ്രായേലിന് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ സുരക്ഷിതമാണ് എന്നുള്ളൊരു ബോധവും വിദേശത്തേക്ക് പോയ ജീവനക്കാർക്കുണ്ട്. 30,000-ലധികം ജീവനക്കാരുടെ ആവശ്യം ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട്. വിദഗ്ധരായ തൊഴിലാളികളുടെ ആവശ്യം ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ അധികൃതർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആളിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന ഭൂരിഭാഗം ജീവനക്കാരും തായ്ലൻഡ് സ്വദേശികളായിരുന്നു. ഏതാണ്ട് പകുതിയോളം പേർ തായ്ലൻഡുകാരായിരുന്നു. ഇവരിൽ കുറേ പേർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മറ്റു കുറേ പേരെ അവർ ബന്ദികളാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ പലരും ഭയന്ന് രാജ്യം വിട്ടുപോയത്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന്, കെനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ജീവനക്കാരെ എത്തിക്കുന്നതിനാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ശ്രദ്ധിക്കുന്നത്. ഇത് സ്വകാര്യ ഏജൻസികൾ വഴി നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇവർക്കുള്ള ഈ ജീവനക്കാർക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലും ഇന്ത്യക്ക് ഒരു ശുഭ വാർത്തയുള്ളത്, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സംസാരിച്ച വിഷയങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിദഗ്ധരായ തൊഴിലാളികളെ ഇസ്രായേൽ എത്തിക്കുന്ന കാര്യവും പരാമർശിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരുപാട് പേർക്ക്, അഭ്യസ്തവിദ്യരായ നിരവധി ചെറുപ്പക്കാർക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. ഏതായാലും യുദ്ധ സാഹചര്യമൊക്കെ മാറി ഭീതിയുടെ അന്തരീക്ഷമൊക്കെ അകന്നു എന്ന് തന്നെയാണ് ഇത്രയും തൊഴിലാളികൾ പെട്ടെന്ന് തന്നെ കുറേ പേർ മടങ്ങിയെത്തി, കുറേ പേർ ആദ്യമായി ഇവിടെ ജോലി ചെയ്യാനെത്തി എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഒരു സുരക്ഷിതമായ രാജ്യം തന്നെയാണ് എന്ന് ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റീസ് ഫോറിൻ വർക്കേഴ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഡയറക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ ശ്രീലങ്കയിൽ നിന്നുള്ള 100 ജീവനക്കാർ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ പേർ ശ്രീലങ്കയിൽ നിന്ന് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, മോൾഡോവ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ, കാരണം അവിടെ ആഭ്യന്തര കലാപങ്ങളൊക്കെ തന്നെ കാരണം ഏറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മോൾഡോവ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും ഇസ്രായേലിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നേരത്തെ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന പാലസ്തീൻ പൗരന്മാരെയും അവരുടെ സ്വദേശങ്ങളിലേക്ക് അയച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ 35,000-ഓളം പേരുടെ ഒഴിവുകളാണ് വിവിധ മേഖലകളിൽ ഉള്ളത് എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇതുകൂടാതെ മലാവി, കെനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും എത്തിക്കാൻ ഇസ്രായേൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മലാവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയും ആഭ്യന്തര കലാപങ്ങൾ കാരണം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏതാണ്ട് 400-ഓളം ജീവനക്കാർ ഇസ്രായേലിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂടുതൽ ആളുകൾ അവിടെ നിന്നും എത്താനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 5,000-ഓളം പേർ ഇവിടെ നിന്ന് വരും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കൂടുതൽ കാർഷിക മേഖലയിലേക്ക് തൊഴിലാളികളെ എത്തിക്കാനും ഇസ്രായേൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തുന്ന ഈ ഇത്തരത്തിലുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും
സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നാളെ ഇന്ത്യ തന്നെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ തൊഴിലാളികളെ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള ആ വാർത്ത സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് കേരളത്തിനും വലിയ തോതിൽ ഒരു നേട്ടമാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ നിരവധി മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുമുണ്ട്.